ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ പണ്ട് ചെറിയ വണ്ടികൾ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ചെറിയ വണ്ടികൾ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ വണ്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹാച്ച് ബാക്സ്, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഈ ഹാച്ച് ബാക്സ് പണ്ട് ഇപ്പോൾ നമ്മുടെ ഈവൻ 1983 800 വരുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് അതുവരെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന പ്രീമിയർ പത്മിനി ഉണ്ടായിരുന്നു, അതുപോലെ അംബാസഡർ ഉണ്ടായിരുന്നു. ഈ രണ്ട് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് പകരം ഇങ്ങനൊരു വണ്ടി നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം, അതുപോലെ നല്ല മൈലേജ് ഉണ്ട്, പിന്നെ ഇങ്ങനെ മറ്റേ വണ്ടി പോലെ ഇടയ്ക്കിടയ്ക്ക് പണിയെടുക്കേണ്ട, അത്യാവശ്യം നന്നായിട്ട് റിലയബിളായിട്ട് ഓടിക്കോളും. അങ്ങനത്തെയൊക്കെ വണ്ടികൾ വന്നപ്പോഴേക്കും കൂടുതൽ ആൾക്കാരും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി. ആൻഡ് ഈവൻ നമുക്ക് ഓൾട്ടോ 800 എന്ന പേരിൽ കുറച്ച് കാലം മുമ്പ് വരെ ഈ BS 6.2 ഒക്കെ വരുന്ന ആ ഒരു സമയത്തിന് മുമ്പ് വരെ ഓൾട്ടോയും നമുക്ക് അവൈലബിൾ ആയിരുന്നു 800cc എഞ്ചിൻ വെച്ച്. പക്ഷേ എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറിയ വണ്ടികളുടെ സെയിൽസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പഴയ മാരുതി സുസുക്കി വാഹനങ്ങളുടെ സെയിൽ എടുക്കുകയാണെങ്കിൽ മിക്ക വാഹനങ്ങളും 5 ഡിജിറ്റ് നമ്പേഴ്സിലാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ മിക്ക വണ്ടികളുടെയും സെയിൽസ് 4 ഡിജിറ്റ് നമ്പേഴ്സിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10,000 താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈ 10,000 താഴത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു 5,000 10,000 റേഞ്ചിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം. പക്ഷേ ഇത് ആ അവസ്ഥയിലല്ല നിൽക്കുന്നത്, ഇത് അതിൽ ഒരുപാട് താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവായിരിക്കും അതെങ്ങനെയാണ് ചെറിയ വണ്ടികളുടെ സെയിൽസിൽ ഇങ്ങനെ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് വന്ന് കുറച്ച് കാലം മുമ്പ് വരെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നതല്ലേ എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ മാരുതി സുസുക്കി തന്നെ പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ടും പിന്നെ ഇടയ്ക്ക് ചിപ്പ് ഷോർട്ടേജ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രമല്ല പൊതുവെ കൊമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടുക, വണ്ടി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളുടെ വില കൂടുന്നത് കൊണ്ട് തന്നെ ചെറിയ വണ്ടികളുടെ പ്രൈസ് വല്ലാതെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിലൊരു മേജർ ഫാക്ടർ നമ്മുടെ എമിഷൻ നോംസിനുണ്ട്. കാരണം ഈ ഗവൺമെൻറ് ഓരോരോ പുതിയ എമിഷൻ നോംസ് പറയുന്നതനുസരിച്ച് അവർ വണ്ടിയുടെ എഞ്ചിൻ അത് കംപ്ലൈ ആക്കിക്കൊണ്ട് വരണം. അപ്പോൾ അതിനു വേണ്ടിയും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു എഞ്ചിൻ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ലാഭം തീർച്ചയായും അവർ ആ ഉണ്ടാക്കുന്ന വണ്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ചെറിയ വണ്ടികളുടെ വില ഇപ്പോൾ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു എൻട്രി ലെവൽ വാഹനം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾട്ടോ കേട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ക്വിഡ് ഉണ്ട്. ഈ രണ്ട് വണ്ടികളുടെയും ടോപ്പ് എൻഡിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻസ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 7 ലക്ഷത്തിനടുത്ത് വരെയൊക്കെ പ്രൈസ് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ചില വേരിയൻസ് ഒക്കെ 7 ലക്ഷത്തിന് മുകളിലും പോകുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൾട്ടോ എന്ന് പറയുന്നൊരു വാഹനം എങ്ങനെ പോയാലും ഒരു 4-5 ആ റേഞ്ച് വരെയൊക്കെയല്ലേ മാക്സിമം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും ഇത്രയും വലിയ ഡിഫറൻസ് ആണ് പ്രൈസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഓൾട്ടോ 800 ഇപ്പോൾ ഇല്ല, അതും നേരത്തെ പറഞ്ഞ എമിഷൻ നോംസിൻ്റെ കാരണം കൊണ്ട് തന്നെ നിർത്തിപ്പോയതാണ്. BS 6.2 വന്ന സമയത്ത് ആ 800cc എഞ്ചിൻ അവർ ഈ പറഞ്ഞ എമിഷൻ നോംസ് കംപ്ലൈ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രൈസ് കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർ ആ ഒരു വാഹനം വാങ്ങാതാവും. ഞാൻ ഓൾട്ടോ കേട്ടണിലേക്ക് തന്നെ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ തന്നെ ഇപ്പോൾ നിർത്തിയത്. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ അവസ്ഥ, ചില വണ്ടികൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, എസ്പ്രസോ 2019 ഇറങ്ങിയ വാഹനമാണ്. ആൻഡ് ആ വാഹനം ഇറങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു, 10,000 മുകളിലൊക്കെ അവർക്ക് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ സെക്കൻഡ് ജനറേഷൻ സെലേറിയോ പണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു വണ്ടിയല്ലായിരുന്നെങ്കിലും വാഗണറിന് തൊട്ട് പുറകെ പിടിച്ചിരുന്നൊരു വണ്ടിയായിരുന്നു സെയിൽസിൻ്റെ കാര്യത്തിൽ. പക്ഷേ സെക്കൻഡ് ജനറേഷൻ മോഡൽ അവർ 2021 ഇറക്കി. അതിൻ്റെയും സ്റ്റാർട്ടിങ് കാലത്തെ സെയിൽസ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, 5 to 10,000 ഇടയിൽ കിട്ടുമായിരുന്നു. ചില മാസങ്ങളിൽ 10,000 മുകളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതിപ്പോൾ എസ്പ്രസോയുടെ ആണെങ്കിലും സെലേറിയോയുടെ ആണെങ്കിലും രണ്ട് വണ്ടികളുടെയും സെയിൽസ് 2,000 to 3,000 ഇടയിൽ മാത്രമാണ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളൂ അപ്പോൾ ആ വണ്ടികളുടെ അവസ്ഥ എന്താണ് എന്ന്. പണ്ടൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ എക്സ്പ്രസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ അവസ്ഥ ഈ ഒരു ഇതിലേക്ക് പോയത്. പക്ഷേ അതേസമയം നമ്മൾ മാരുതി സുസുക്കിയുടെ തന്നെ മറ്റുള്ള പ്രീമിയം ഓഫറിങ്സിൻ്റെ ഒരു സെയിൽസ് നോക്കുകയാണെങ്കിൽ പണ്ട് ഇവരുടെ പ്രീമിയം വണ്ടികൾക്ക് ഇത്രയും സെയിൽ ഇല്ലായിരുന്നു. മിക്കവാറും ഒക്കെ കുറച്ച് പ്രൈസ് കൂടിയ വണ്ടികളുടെയൊക്കെ സെയിൽസ് 10,000 താഴെയായിരുന്നു. ഇപ്പോൾ പക്ഷേ സംഭവം നേരെ തിരിച്ചായതുകൊണ്ട് തന്നെ പ്രൈസ് കൂടിയ വണ്ടികളുടെ സെയിൽസ് 10,000 മുകളിലാണ്. മിക്ക മാസവും ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽസ് 10,000 മുകളിലാണ്, എർട്ടിഗയുടെ സെയിൽസ് 10,000 മുകളിലാണ്, ബ്രസയുടെ സെയിൽസ് 15,000 മുകളിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ബലെനോവിന് അത്ര എക്സ്പെൻസീവ് അല്ല എങ്കിൽ പോലും 10 ലക്ഷത്തിന് മുകളിൽ ഉറപ്പായിട്ടും പോകുന്നുണ്ടല്ലോ ടോപ്പിൻ്റെ ഒക്കെ. ആക്ച്വലി 11-12 അടുത്ത് വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വാഹനത്തിനും ഒരു മാസം എങ്ങനെ പോയാലും ഒരു 15,000 to 18,000 ഇടയിലൊക്കെ സെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം ഇവരുടെ ചെറിയ വണ്ടികൾ, അതായത് പ്രോഫിറ്റ് മാർജിൻ കുറവുള്ള വണ്ടികളിലെ സെയിൽസ് കുറഞ്ഞു. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വണ്ടികളുടെ പ്രോഫിറ്റ് മാർജിൻ കുറവായതുകൊണ്ട് അവരൊരു വലിയ വണ്ടി വിൽക്കുന്ന, ഏകദേശം ഒരു വലിയ വണ്ടി വിറ്റാൽ തന്നെ അവർ
അവർക്ക് 2 ചെറിയ വണ്ടികൾ വിൽക്കുന്ന സെയിം പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ പിന്നെ വലിയ വണ്ടികൾ കൂടുതൽ നമ്പേഴ്സിൽ വിൽക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയല്ലേ അവർ നോക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സെയിൽസ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾക്ക് ഡിമാൻഡ് കുറവായതുകൊണ്ട് കമ്പനി പ്രൊഡക്ഷൻ കുറച്ചാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരുടെ മറ്റുള്ള കൂടുതൽ ഡിമാൻഡുള്ള അവർക്ക് കൂടുതൽ പ്രോഫിറ്റുള്ള വണ്ടികളുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്. ഇനിയിപ്പം മാരുതി സുസുക്കി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ചെറിയ വണ്ടികൾക്ക് മാർക്കറ്റ് കുറവാണെങ്കിലും 2026 പകുതിയോട് കൂടി വീണ്ടും ഈ ഒരു ചെറിയ വണ്ടികളുടെ മാർക്കറ്റ് പിടിച്ച് കയറുമെന്ന്. അതിൻ്റെ റീസൺ അവർ പറയുന്നത് നമ്മുടെ വണ്ടികളുടെ വില കുറയുന്നുണ്ടല്ല, അതെന്തായാലും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ മൊത്തത്തിലുള്ള ഇക്കോണമി കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കും എന്നാണ്. പക്ഷേ അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഇക്കോണമി ബെറ്റർ ആവുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ വണ്ടി വാങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷേ അപ്പോഴും വലിയ വണ്ടികളുടെ ഡിമാൻഡ് അവിടെ കുറയൊന്നുമില്ല. ഈ വണ്ടികളുടെ ഡിമാൻഡ് കൂടും എന്നിപ്പോൾ ഇനി എനിക്ക് തോന്നുന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇക്കോണമി ഗ്രോ ആണെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ചെറിയ വണ്ടികൾ വാങ്ങുന്നവർ അപ്പോൾ വലിയ വണ്ടികളായിരിക്കും വാങ്ങുന്നത്. ആ സമയത്ത് ചെറിയ വണ്ടികൾ വാങ്ങാൻ പറ്റാത്തവരായിരിക്കും പിന്നീട് ഈ വരും കാലങ്ങളിൽ ചെറിയ വണ്ടികൾ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഏകദേശം ഒരു ആവറേജ് കണക്കിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ളതിലും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഹാച്ച് ബാക്കുകളുടെ സെഗ്മെൻറ്റ് ഇപ്പോൾ വളരെ കുറവാണ് സെയിൽസിൻ്റെ കാര്യത്തിൽ. 28% അടുത്ത് മാത്രമാണ് സെയിൽസ് കിട്ടുന്നത്. ബാക്കി 50%ഉം വണ്ടികളുടെ സെയിൽസിൽ യൂട്ടിലിറ്റി വെഹിക്കിളാണ് ഇപ്പം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിൽ ഭൂരിഭാഗം SUV-കൾ തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാ സെഗ്മെൻറ്റിലും SUV-കളാണല്ലോ. ആൻഡ് ഇറങ്ങുന്ന വണ്ടികൾക്ക് സെയിൽസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനികൾ കൂടുതൽ SUV-കൾ ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ കമ്പനികളും അങ്ങനെയാണ്. ഹ്യുണ്ടായി, ടാറ്റ, ഈവൻ മാരുതി സുസുക്കി ആണെങ്കിലും ഒരു മൈക്രോ SUV ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് നമ്മുടെ പഞ്ചിൻ്റെ ഡ്രൈവിലായിട്ട്. അതുപോലെ ഒരു മൈക്രോ ഇലക്ട്രിക് SUV വരുന്നുണ്ട്. അങ്ങനെ കുറേ വണ്ടികളുണ്ട്. ടാറ്റ പിന്നെ പഞ്ചിറക്കി വലിയൊരു റെവല്യൂഷൻ ആക്കിയല്ലോ ഇവിടെ. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ പഞ്ചിന് 12,000 13,000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു സെയിൽസ് കിട്ടിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും മിക്ക മാസങ്ങളുടെയും സെയിൽസിൽ നമ്പർ 1, അതായത് SUV-കളിൽ നമ്പർ 1 നിൽക്കുന്ന പഞ്ചായിരിക്കും. അതായത് 18,000-ന് മുകളിലാണ് പഞ്ചിന് സെയിൽസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ടാറ്റയുടെ നമ്പർ 1 സെല്ലിംഗ് SUV നെക്സോൺ ആയിരുന്നു. ഇപ്പോൾ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്താണ് പഞ്ച് വെട്ടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഫ്യൂച്ചറിൽ പല തരത്തിലുള്ള SUV-കൾ നമുക്ക് കാണാം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പിന്നെ ഇപ്പോഴും ഹാച്ച് ബാക്കുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ സെയിൽസ് ഒട്ടുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വണ്ടികൾക്കൊക്കെ സെയിൽസ് ഉണ്ട്. ഇപ്പോൾ മാരുതി സുസുക്കിയുടെ കേസിൽ തന്നെ വാഗണാറിൻ്റെ സെയിൽസ് വലിയ രീതിയിൽ എഫക്റ്റ് ആയിട്ടില്ല. അത് ആ വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൊണ്ടായിരിക്കും. കാരണം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പം സംഭവം 165mm ഒക്കെ ഉള്ളെങ്കിലും ആ വണ്ടിയുടെ വീൽ ബേസ് കുറവായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടിയിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് കയറാൻ ഇറങ്ങാം അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഈ വണ്ടിക്ക് മിക്ക മാസവും 15,000 to 18,000 ഇടയിൽ സെയിൽസ് കിട്ടാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈവൻ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു ജനറേഷന് ഡ്യൂ ആയി നിൽക്കുകയാണ്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ വരുമ്പോഴും ഉറപ്പായിട്ടും 15,000 to 18,000 ഇടയിൽ ആ വാഹനത്തിനും സെയിൽസ് കിട്ടും. പക്ഷേ ഇവിടെ എഫക്റ്റ് ആയിരിക്കുന്നത് തീർത്തും നമുക്കൊരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റുന്ന കാറ്റഗറിയും അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന കാറ്റഗറിയാണ്. ശരിക്കും പറഞ്ഞാൽ സെലേറിയോ വാഗണാറൊക്കെ ഏകദേശം ഒരു പ്രൈസ് പോയിന്റിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് പോലും ആൾക്കാർ സെലേറിയോയുടെ പ്രാക്ടിക്കാലിറ്റി വാഗണാറിലും കുറവായതുകൊണ്ട് വാഗണാർ ചൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഒരു ബഡ്ജറ്റ് വണ്ടികളുടെ സെയിൽസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതിന് വരും കാലങ്ങളിൽ ഗ്രോ ചെയ്യുമോ അതോ പിന്നെയും ഈ ഒരു സെയിം ലെവലിൽ പോകുമോ അല്ലെങ്കിൽ അതിലും താഴെ പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.